പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കുകയാണ്. ആകെയുള്ള 294 മണ്ഡലങ്ങളിൽ 152 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുക. ഈ മാസം 29-നാണ് ബംഗാളിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. ശ്രീനാഥ് ചന്ദ്രനുണ്ട് കൊൽക്കത്തയിൽ നിന്ന്. നമ്മുടെ 24 സംഘം കൊൽക്കത്തയിലെത്തി. അവിടെയുള്ള വങ്കനാട്ടിലെ വിശേഷങ്ങൾ ഓരോന്നും പ്രേക്ഷകരെ അറിയിക്കാൻ സജ്ജമാണ് എന്നുള്ളതാണ്. ശ്രീനാഥ്, ഈ പറഞ്ഞതുപോലെ തന്നെ ദീദിയുടെ തുടർച്ചയോ അതോ BJP കളം പിടിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. തീർച്ചയായും ഇത്തവണയും ദീദിയും BJPയും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. പ്രധാനമന്ത്രി അടക്കമുള്ളവരെ കളത്തിലിറക്കിക്കൊണ്ട് BJP പരമാവധി പ്രചാരണം അവസാന ലാപ്പിൽ ഒഴിപ്പിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ദീദിയുടെ പേര് പറഞ്ഞുകൊണ്ട് നേരിട്ടൊരു ആക്രമണം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൊന്നും തന്നെ കാണിക്കുന്നില്ല. മറ്റൊരു തരം സ്ട്രാറ്റജിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് എന്ന് പറയേണ്ടി വരും. പക്ഷേ എന്നാൽ പോലും മറുവശത്ത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരിക്കൽ കൂടി അധികാരം പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിന് പലതുണ്ട് കാരണങ്ങൾ. ഒന്ന്, വനിതാ വോട്ടർമാരുടെ ഒരു പിന്തുണ. അത് 10% അധികം വനിതകൾ തൃണമൂൽ കോൺഗ്രസിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മാത്രമല്ല, ബംഗാളിലെ സ്ത്രീ വോട്ടർമാരുടെ ഒരു പോളിംഗ് ശതമാനം അത് ടേൺ ഔട്ട് ഏതാണ്ട് 80%-ലധികമാണ്. അതായത് കനത്ത പോളിംഗ് വനിതകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു, സ്ത്രീ വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്നതാണ്. ഈ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ വനിതാ വോട്ടുകളിലൂടെ ഒരു മുൻകൈ ഈ മമതാ ബാനർജിക്ക് നേടാൻ കഴിയും എന്നതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. ഒപ്പം പരമ്പരാഗതമായി തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളും ഒപ്പം ഉണ്ടാകും എന്നത് അവർ പ്രതീക്ഷിക്കുന്നു. മറുവശത്ത് BJP ആവട്ടെ ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. SAR കൊണ്ടുണ്ടായ നേട്ടം അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കാടടച്ചുള്ള പ്രചരണം എന്നൊക്കെ പറയുന്നത് പോലെ വലിയ നേതാക്കളെ ഇറക്കിക്കൊണ്ട് നടത്തിയ പ്രചരണം അത് ഗുണം ചെയ്യും എന്നത് അവർ കണക്കുകൂട്ടുന്നുണ്ട്. BJP കണക്കുകൂട്ടുന്നുണ്ട്. 100-ലധികം സീറ്റുകൾ BJPക്ക് കിട്ടിയേക്കും എന്നതാണ് പുറത്തു വന്ന സർവേ ഫലങ്ങൾ. അത് അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. അതൊരു വിജയത്തിലേക്ക്, കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നതാണ് BJP ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ കോൺഗ്രസും CPIയുമാണ് നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പാർട്ടികൾ. ഒരു കാലത്ത് ഈ പാർട്ടികൾക്കിടയിലായിരുന്നു രണ്ട് പോരാട്ടം നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഘട്ടം ഘട്ടമായി ആദ്യം കോൺഗ്രസ് ഈ സംസ്ഥാനത്ത് ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അവിടെ തൃണമൂൽ കോൺഗ്രസ് വളർന്നു വരുന്നു. മമതാ ബാനർജി കോൺഗ്രസിൽ നിന്ന് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് ശക്തി വർദ്ധിപ്പിക്കുന്നു. പിന്നീട് അടുത്ത ഘട്ടത്തിൽ CPIഎമ്മിന്റെ തകർച്ചയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ അരങ്ങിൽ നിന്ന് ഒഴിയുന്നു. പിന്നാലെ സിംഗൂരും നന്ദിഗ്രാമോ പോലെയൊക്കെയുള്ള വലിയ സംഭവങ്ങൾ അവർക്ക് തിരിച്ചടി മാറുന്നു. 2011 അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയതിനു ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും നേടാൻ കഴിയാതെ സംസ്ഥാനത്ത് തകർന്നടിഞ്ഞു നിൽക്കുന്നു CPIഎം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ബംഗാൾ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു പ്രസക്തി അവർക്ക് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു മാജിക് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഗ്രാമീണ മേഖലകളിൽ പിടിച്ചു കയറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അങ്ങനെ വിവിധ പാർട്ടികൾ വലിയ പ്രതീക്ഷകൾ. അതിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് വീണ്ടും ഒരിക്കൽ കൂടി അധികാരം പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ വരുമ്പോൾ അവരുടെ BJPയുടെ പരസ്യവാചകത്തിൽ അവർ പറയുന്നത് പോലെ, അവരുടെ ക്യാപ്ഷൻ പോലെ ഈ സർക്കാരിനെ അട്ടിമറിച്ച് പുതിയ സർക്കാർ രൂപീകരിക്കാൻ BJPക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം BJP കേന്ദ്രങ്ങളും വെച്ച് പുലർത്തുന്നു. അനിൽ, പശ്ചിമബംഗാളിൽ നിന്നാണ് ശ്രീനാഥ് ചേരുന്നത്. ആ ദൃശ്യങ്ങൾ, അത് കുറച്ച് പുറകിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്കൊന്നുകൂടെ കാണാമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴും അവരുടെ ആ ജീവിത സ്ഥിതി അല്ലെങ്കിൽ ആ ഒരു അതിന് വലിയ മെച്ചമൊന്നും ഇല്ല. റെയിൽവേ ട്രാക്കിന് പരിസരത്താണ്, ഒരു ചേരി പോലെ ഉള്ള ഒരു സ്ഥലത്താണ് അവരുടെ ജീവിതം എന്നുള്ളത് തന്നെയാണ്. ആർക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ദീദിക്ക് തുടർച്ചയുണ്ടാകുമോ അതോ ഇത്തവണ ഈ പറഞ്ഞ വികസനം വോട്ടാക്കാൻ മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് നോക്കുന്നത്. ഈ ദൃശ്യങ്ങളാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ചേരികളാണ്. ഒരു റെയിൽവേ ട്രാക്കിന് അപ്പുറത്തും ഇപ്പുറത്തും കുടിലുകൾ, ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല. നമ്മുടെ 24 സംഘം ബംഗാളിലെത്തിയിട്ടുണ്ട്, പശ്ചിമ ബംഗാളിലെത്തിയിട്ടുണ്ട്. ശ്രീനാഥും ഒപ്പം തന്നെ ക്യാമറമാൻ വരുണുമാണ് അവിടെയുള്ളത്. വടശ്ശേരിക്കര വടശ്ശേരിക്കരയുമാണ് ഉള്ളത്. ഇങ്ങനെയുള്ള നിരവധി ജീവിതഗന്ധിയായുള്ള അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പറയുന്ന റിപ്പോർട്ടുകളും വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിലൊക്കെ തന്നെ നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കായി ഞങ്ങൾ എത്തിക്കുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.